നിന്റെ മനസ്സിൽ ഈ ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ അത് പുറത്തു കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. സംഭവിക്കാൻ പോകുന്ന എന്താണെന്നോ നാളെ എന്റെയും കുഞ്ഞിന്റെയും ജീവിതം എന്തായി തീരുമെന്നോ ഒന്നും എനിക്കറിയില്ല. സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാ ഗുരുജി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെയുള്ള ദിവസങ്ങള് എന്റെ മോക്ക് സമൃദ്ധിയുടെ സ്നേഹം അറിയാനുള്ള അവസാന ദിവസങ്ങളായിരിക്കും. അതുകൊണ്ടല്ലേ അമ്മയും ഞാനും പറഞ്ഞത് അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കുന്നത് നല്ലതെന്ന്. അപ്പൊ നീ പറഞ്ഞു അവളോട് നീതി കാണിക്കാതിരിക്കാൻ നിനക്ക് പറ്റില്ലെന്ന്. അതുകൊണ്ട് എന്തു പറ്റി? ഇങ്ങനെ നിന്ന് സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും ആ ട്രീറ്റ്മെന്റ് നിർത്തി അവളെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ നല്ലത്. എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. സത്യം സത്യമായിട്ട് തന്നെ നടക്കണം. രാജുവോടെ മുറിയിലുണ്ട്, അല്ലാതെ എവിടെ പോവാൻ? അവന്റെ ഒരു നീതി ന്യായവും ഒടുവിൽ കൊച്ചിന് തള്ളിയും കാണത്തില്ല. അവന്റെ ജീവിതവും കട്ടപ്പകയാവും. പറഞ്ഞാ കേൾക്കില്ലെന്ന വാശിയാണെങ്കിൽ പിന്നെ അനുഭവിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? കേട്ടു. മോളെ കാണഞ്ഞിട്ട് സമൃദ്ധി ആകെ വിഷമത്തില്ല. പിന്നെ ട്രീറ്റ്മെന്റ് സമയത്ത് മോള് കൂടെ ഉണ്ടെങ്കിലേ അത് നല്ലതാണെന്ന് ഗുരുജിയും പറഞ്ഞു. ഒരുപക്ഷെ അവരമ്മയും മോളും തമ്മിലുള്ള അവസാന ദിവസങ്ങളാണെങ്കിലോ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നൊന്നും നമുക്കറിഞ്ഞോടല്ലോ. ഞാനും മോളും ചിലപ്പോൾ ഒറ്റയ്ക്ക് അയക്കാം. അങ്ങനെ സംഭവിച്ചാലും എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഒരിക്കൽ ഞാൻ ചെയ്തൊരു തെറ്റ്, അത് തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. ബാക്കിയൊക്കെ വിധി പോലെ വരട്ടെ അല്ലേ? എവിടെ നിന്നോ വന്നു എൻ്റെ മോളുടെ അമ്മയായി, ഈ വീടിൻ്റെ നെടുന്തൂണായി ഇത്രയും നാള് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അല്ലാതെ അവളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും നമുക്കറിയില്ലല്ലോ. സാർ, ഇതാണ് എൻ്റെ അർച്ചന. എന്താ സാറേ, എവിടെയും വെച്ച് കണ്ടിട്ടുണ്ടോ? എന്റെ മോൾക്ക് അമ്മയായിട്ട് സമൃദ്ധ ഇനി ഇവിടെ ഉണ്ടാവണമെന്ന് ദൈവം തീരുമാനിച്ച അത് നടക്കും. അല്ലെങ്കിൽ അവൾ തിരിച്ചു പോവും. എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവും. സത്യം ജയിക്കട്ടെ. ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം.
ഇനി കണ്ണു തുറന്നോളൂ. ഇനി ഇന്നലെ കണ്ട സ്വപ്നം ഒന്നുകൂടെ ഓർത്തു നോക്കൂ. എന്നിട്ട് കണ്ടത് ഓരോന്നും വിട്ടുപോകാതെ ഒന്ന് പറയാൻ ശ്രമിക്കാമോ? ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ? സ്വപ്നം കണ്ടത് കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇവളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? കാര്യമുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈശ്വര, ഇയാൾ അതും മനസ്സിലാക്കിയോ? എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഓർക്കാൻ പറ്റുന്ന ആദ്യം മുതലുള്ള കാര്യങ്ങളൊന്ന് പറയൂ. എന്താണ് ആദ്യം ഓർക്കുന്നത്? ആദ്യം ഒരു വഴിയാ. അവിടെ ഇരുട്ടായിരുന്നു. പിന്നെ ഒരു ബസ്. പറഞ്ഞോളൂ. പിന്നെന്താ ഓർക്കുന്നത്? ഒന്നുകൂടെ ഓർത്തു നോക്കൂ. പിന്നെ ഒരു വഴി. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് നടക്കുന്ന പോലെ. എന്നിട്ട് പിന്നെ ആക്സിഡന്റ്. അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റല്. ഹോസ്പിറ്റലിൽ എന്താ സംഭവിച്ചെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നുകൂടെ ഓർത്തു നോക്കൂ. ഹോസ്പിറ്റലിൽ സംഭവിച്ചതൊക്കെ ഓർക്കാനോ? ദൈവമേ, അതൊക്കെ ഓർത്ത് ഞാനും എൻ്റെ മോനും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇല്ല ഗുരുജി, പിന്നൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഓ, ആശ്വാസായി. മതി, ഇതൊരു നല്ല സൂചനയാണ്. പതിയെ ഓർമ്മ വരുമ്പോ പറഞ്ഞാ മതി. ഇതൊക്കെ വെറും സ്വപ്നങ്ങളല്ലേ സ്വാമിജി? അങ്ങനെ നോക്കിയാ ദിവസവും നമ്മൾ എത്ര സ്വപ്നങ്ങൾ കാണുന്നു. ദുസ്വപ്നത്തിനൊന്നും അങ്ങനെ നമ്മൾ അർത്ഥം കാണേണ്ടതുണ്ടോ?